കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ ബി.ജെ.പി. മന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഇന്ന് ഉയർത്തിയത്. എന്താണ് വിജയ് ഷായ്ക്കെതിരെ സുപ്രീം കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് മുതലക്കണ്ണീരല്ലേ എന്നാണ് ചോദിച്ചത് സുപ്രീം കോടതി. അതായത് മാപ്പ് പറഞ്ഞു ഞാൻ എന്നാണ് വിജയ് ഷാ പറഞ്ഞത്. വിജയ് ഷായുടെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ചോദിക്കുമ്പോൾ പറയുന്നു, ഈ കണ്ണീർ മുതലക്കണ്ണീരല്ലേ എന്നാണ് ചോദിക്കുന്നത്. കേസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം. സംഘത്തിൽ IG റാങ്കിൽ കുറയാത്ത IPS ഉദ്യോഗസ്ഥർ അംഗങ്ങളായിരിക്കുകയും വേണം. ഒരാൾ വനിതാ IPS ഉദ്യോഗസ്ഥയായിരിക്കുകയും വേണം. 3 IPS ഉദ്യോഗസ്ഥരും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ. നോക്കൂ, ഈ വിഷയത്തിൽ എപ്പോഴും വിജയ് ഷാ മന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിക്ക് ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തേണ്ടി വന്നത്. SIT രൂപീകരിച്ച ശേഷം DGP നാളെ സുപ്രീം കോടതിയെ അറിയിക്കണം. മന്ത്രി അന്വേഷണവുമായി സഹകരിക്കണം. അന്വേഷണ പുരോഗതി അറിയിക്കണം. മന്ത്രിയുടെ ക്ഷമാപണം പരിശോധിക്കും. ചില ക്ഷമാപണങ്ങൾ മുതലക്കണ്ണീരാണ്. അംഗീകരിക്കാനാകാത്ത പരാമർശമാണ് വിജയ് ഷാ നടത്തിയത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. വികാരത്തെ വ്രണപ്പെടുത്തുകയാണ് നിലവിൽ മന്ത്രി ചെയ്തത്. രാജ്യം നിങ്ങളെയോർത്ത് ലജ്ജിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും പക്ഷേ വിജയ് ഷാ മന്ത്രിയായി അവിടെ തുടരുന്നു. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിജയ് ഷാ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുകൂടി സുപ്രീം കോടതി പറയുന്നു. നിയമം അതിൻ്റെതായ വഴിക്ക് പോകട്ടെ, കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നുകൂടിയാണ് സുപ്രീം കോടതി ഇന്ന് നിരീക്ഷിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വിജയ് ഷാ കടുത്ത പ്രതിരോധത്തിലാണ്. പക്ഷേ ഇപ്പോഴും വിജയ് ഷായെ സംരക്ഷിക്കുന്നുണ്ട് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് വിജയ് ഷാ ഇപ്പോഴും മന്ത്രിയായി തുടരുന്നത്.